ഇന്ത്യൻ സംഗീത ലോകത്തെ ഏറ്റവും ജനപ്രിയ ശബ്ദങ്ങളിലൊന്നായ അർജിത് സിംഗ് പിന്നണി ഗാനരംഗത്ത് നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചത് ആരാധകരെയും സിനിമാ ലോകത്തെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് 38-കാരനായ താരം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് സംഗീതപ്രേമികളെ സങ്കടത്തിലാഴ്ത്തിയ ഈ വാർത്ത പങ്കുവച്ചത്. പുതിയ വർഷത്തിൽ ആരാധകർക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് അർജിത് ഈ തീരുമാനം അറിയിച്ചത്. ഒരു പിന്നണി ഗായകൻ എന്ന നിലയിൽ ഇനി പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഇതൊരു മികച്ച യാത്രയായിരുന്നു. ഇത്രയും കാലം എനിക്ക് നൽകിയ സ്നേഹത്തിന് എല്ലാവരോടും നന്ദി പറയുന്നു എന്ന് അദ്ദേഹം കുറിച്ചു. സിനിമകൾക്ക് വേണ്ടി പാടുന്നത് അവസാനിപ്പിക്കുകയാണെന്നും എന്നാൽ സംഗീതവുമായുള്ള ബന്ധം ഉപേക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ച് അർജിത് തുറന്നു പറഞ്ഞു. പിന്നണി ഗാനരംഗത്തെ ഒരേപോലെയുള്ള ശൈലിയിൽ തനിക്ക് ബോറടിച്ചു തുടങ്ങിയെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഇക്കാര്യം ചെയ്യാൻ പണ്ടേ ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴാണ് അതിനുള്ള ധൈര്യം ലഭിച്ചത്. ജീവിക്കാൻ എനിക്ക് മറ്റു പല സംഗീതങ്ങളും പരീക്ഷിക്കേണ്ടതുണ്ട്, അദ്ദേഹം കുറിച്ചു. സ്വതന്ത്ര സംഗീതത്തിലേക്കും ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതത്തിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുവെന്നാണ് വിവരം. സിനിമയുടെ ചട്ടക്കൂടുകൾക്ക് പുറത്ത് സ്വന്തമായ സംഗീത ശൈലി വികസിപ്പിക്കാനാണ് അദ്ദേഹം ഇനി ലക്ഷ്യമിടുന്നത്. 2005-ൽ ഫെയിം ഗുരുകുൽ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് പശ്ചിമ ബംഗാൾ സ്വദേശിയായ അർജിത് സിംഗ് തന്റെ കരിയർ ആരംഭിച്ചത്. 2013-ൽ പുറത്തിറങ്ങിയ ആഷിക്കി 2-ലെ തും ഹി ഹോ എന്ന ഗാനത്തിലൂടെയാണ് അദ്ദേഹം ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി ബോളിവുഡിലെ ഒട്ടുമിക്ക മുൻനിര നായകന്മാർക്കും അദ്ദേഹം ശബ്ദം നൽകി. 2 ദേശീയ പുരസ്കാരങ്ങളും പത്മശ്രീയും നേടിയ അദ്ദേഹം സ്പോട്ടിഫൈയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഇന്ത്യൻ കലാകാരൻ കൂടിയാണ്. പിന്നണി ഗാനരംഗത്ത് നിന്ന് മാറുന്നുവെങ്കിലും സംഗീത ലോകത്ത് അദ്ദേഹം സജീവമായിരിക്കും. നിലവിൽ ഏറ്റെടുത്തിട്ടുള്ള കരാറുകൾ പൂർത്തിയാക്കുമെന്നും അതിനാൽ 2026-ൽ അദ്ദേഹത്തിന്റെ ഏതാനും ഗാനങ്ങൾ കൂടി പുറത്തിറങ്ങുമെന്നും താരം അറിയിച്ചിട്ടുണ്ട്. ലൈവ് കൺസേർട്ടുകളും സ്വന്തം മ്യൂസിക് ആൽബങ്ങളുമായി അദ്ദേഹം ആരാധകർക്ക് മുന്നിലെത്തും. ഈ തീരുമാനം ബോളിവുഡ് സംഗീതരംഗത്ത് വലിയൊരു ശൂന്യത സൃഷ്ടിക്കുമെന്നാണ് സംഗീത നിരൂപകരും ആരാധകരും വിലയിരുത്തുന്നത്. പ്രണയവും വിരഹവും ഒരുപോലെ ആവാഹിച്ച ആ ശബ്ദം ഇനി വെള്ളിത്തിരയിൽ പുതിയ പാട്ടുകളായി കേൾക്കാൻ കഴിയില്ല എന്നത് സംഗീതപ്രേമികൾക്ക് വലിയ നഷ്ടം തന്നെയാണ്.